ഹായ് എവരി വൺ. കോമ്പറ്റീറ്റീവ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയ സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. SSC, RRB, PSC തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് സ്ഥിരമായി ചോദ്യം വരുന്ന ഒരു ഏരിയയാണ്. 1-2 ക്വസ്റ്റ്യനെങ്കിലും ഈ ഭാഗത്തുനിന്നും പ്രതീക്ഷിക്കാം. ഒരു ട്രെയിനിൻ്റെ നീളം, അതിൻ്റെ ആവറേജ് സ്പീഡ്, ടൈം, ഒരു ഒബ്ജക്റ്റ് എത്ര ദൂരം കവർ ചെയ്തു എന്നീ ചോദ്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്തുനിന്നും മെയിനായിട്ട് വരുന്നത്. ഇതിലെ ബേസിക് ഇക്വേഷൻസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഡിസ്റ്റൻസ് എന്നാൽ ആ ഒബ്ജക്റ്റ് കവർ ചെയ്ത ആകെ ദൂരം. അപ്പോൾ സ്പീഡ് എന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് ടൈമിൽ ആ ഒബ്ജക്റ്റ് എത്ര ദൂരം കവർ ചെയ്യുന്നു എന്നതാണ് സ്പീഡിൽ സൂചിപ്പിക്കുന്നത്. അതായത് ഒരു അവറിൽ 10 കിലോമീറ്റർ സഞ്ചരിക്കുകയാണെങ്കിൽ അതിൻ്റെ സ്പീഡ് 10 km/h ആയിരിക്കും. പിന്നെ നമുക്കറിയാം ടൈം. ഈ ബേസിക് ഇക്വേഷനിൽ നിന്ന് നമുക്ക് 2 ബാക്കി ഇക്വേഷനും കൂടെ കണ്ടുപിടിക്കാം. സ്പീഡിനുള്ള ഇക്വേഷനാണ് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം. ടൈമിൻ്റെ ഇക്വേഷനാണ് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ്. മെയിനായിട്ട് ഈ ബേസിക് ഇക്വേഷനിൽ നിന്നാണ് ബാക്കി എല്ലാ പ്രോബ്ലംസും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ആദ്യം തന്നെ ഒരു ചോദ്യത്തിലോട്ട് കിടക്കാം. എ കാർ ട്രാവൽസ് 120 km in 3 hours. വാട്ട്സ് ഇറ്റ് സ്പീഡ്? ഒരു 3 മണിക്കൂറിൽ 120 km ഒരു കാർ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേഗത എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് സ്പീഡിനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാം. എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം. ഡിസ്റ്റൻസ് എത്രയാണ്? 120 km. എത്ര മണിക്കൂറിലാണ് തന്നിരിക്കുന്നത്? 3 hour തന്നിരിക്കുന്നത്. 3 hour. അപ്പം നമുക്ക് വേഗത എത്ര കിട്ടും? 40 km/h എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. നമുക്കതുപോലെ തന്നെ അതേ മോഡലുള്ള വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് സ്പീഡ് തന്നിട്ടുണ്ട് 60 km, ടൈം തന്നിട്ടുണ്ട് 4 hour. ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മുകളിൽ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ പ്രകാരം ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഇനി നമുക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സ്പീഡ് എത്രയാണ്? 60 km/h. ടൈം എത്രയാണ്? 4 hour. അപ്പം നമുക്ക് ആകെ ഡിസ്റ്റൻസ് എത്ര കിട്ടും? 60 × 4 മൾട്ടിപ്ലൈ ചെയ്താൽ 240 km. ഇനി നമുക്ക് വേറൊരു തരം ചോദ്യത്തിലോട്ട് കിടക്കാം. എ മാൻ വർക്ക്സ് ടു എ മാർക്കറ്റ് അറ്റ് 4 km/h ആൻഡ് റിട്ടേൺസ് അറ്റ് 6 km/h. ഫൈൻഡ് ഇറ്റ്സ് ആവറേജ് സ്പീഡ്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവറേജ് സ്പീഡാണ്. ഈ ആവറേജ് സ്പീഡും തമ്മിൽ വലിയ മാറ്റമൊന്നുമില്ല. ആദ്യം തന്നെ ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ നമുക്ക് പറയാം. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. വേറെ മാറ്റമൊന്നുമില്ല. ടോട്ടൽ ഡിസ്റ്റൻസും ടോട്ടൽ ടൈം ആയി എന്ന് മാത്രം. ഈ ക്വസ്റ്റ്യൻ പ്രകാരം ഒരു വ്യക്തി എ എന്ന പോയിന്റ് സഞ്ചരിച്ചു, മാർക്കറ്റ് വരെ പോയി. അങ്ങോട്ട് പോയത് 4 km/h. തിരിച്ച് ഇങ്ങോട്ട് വന്നതോ 6 km/h. ഇങ്ങോട്ട് 6 km/h. ബട്ട് ആവറേജ് സ്പീഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഡിസ്റ്റൻസ് സെയിം ആണ്. നമുക്ക് ഈ മോളിൽ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ പ്രകാരം ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ചോദ്യത്തിൽ നമുക്ക് എവിടെയും ഡിസ്റ്റൻസിനെ പറ്റി പറഞ്ഞിട്ടില്ല. ഡിസ്റ്റൻസും പറഞ്ഞിട്ടില്ല, ടൈമും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എ തൊട്ട് ബി വരെയുള്ള ദൂരം നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന ദൂരം എക്സ്. പക്ഷേ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? അങ്ങോട്ട് പോകാൻ മാത്രമല്ല, ഇത് അങ്ങോട്ട് പോയി തിരിച്ചിങ്ങോട്ട് വന്നു. അപ്പോൾ അങ്ങോട്ട് എക്സ് ദൂരം പോയി തിരിച്ചിങ്ങോട്ട് എക്സ് ദൂരം വന്നു. അപ്പോൾ എത്രയും എക്സ് പ്ലസ് ടോട്ടൽ ദൂരം എക്സ് പ്ലസ് എക്സ്. ടൈമും നമുക്ക് ഡയറക്റ്റ് ചോദ്യത്തിൽ തന്നിട്ടില്ല. പക്ഷേ നമുക്ക് ടൈം കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ? എങ്ങനെയാണ് ടൈമിൻ്റെ നമുക്ക് ഇക്വേഷൻ എങ്ങനെയാണ്? ടൈമിൻ്റെ എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡല്ലേ. അപ്പോൾ നമുക്കറിയാവുന്നൊരു ഫാക്ടർ കിട്ടി. സ്പീഡ് നമുക്ക് കിട്ടി. ഡിസ്റ്റൻസ് നമ്മൾ എടുത്ത എങ്ങോട്ടാ? ഇവിടുന്ന് ഇവിടം വരെ എ തൊട്ട് ബി വരെയുള്ള ദൂരം നമ്മൾ എത്രയാണ് എടുത്തത്? എക്സ്. അപ്പോൾ എ തൊട്ട് ബി വരെ പോകാൻ എടുക്കുന്ന ടൈം ടേക്കൺ എ ടു ബി, എ തൊട്ട് ബി വരെ പോകാൻ എടുക്കുന്ന ടൈം, അതായത് ഡിസ്റ്റൻസ് നമ്മൾ എക്സ് ആയിട്ടാണ് എടുത്തത്. സ്പീഡ് എത്ര? അങ്ങോട്ട് പോയ സ്പീഡ് എത്രയാണ്? 4 km/h. അടുത്തത് ടൈം ടേക്കൺ തിരിച്ചു വരുന്നുണ്ടല്ലോ, മാർക്കറ്റിൽ പോയിട്ട് തിരിച്ചു വന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബി തൊട്ട് എ വരെ, അതായത് തിരിച്ച് ബി തൊട്ട് എ വരെ
സെയിം ഡിസ്റ്റൻസ് അല്ലേ, പോയ വഴി തന്നെയല്ലേ തിരിച്ചു വന്നത് എക്സ്. പക്ഷേ സ്പീഡ് ഡിഫറെൻ്റ് ആണല്ലേ. സ്പീഡ് എത്രയാണ്? 6 km/h ആണ്. 6 km/h ആണ്. ഇനി നമുക്കിത് ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. ടോട്ടൽ ടൈം അല്ലേ, അപ്പോൾ എ തൊട്ട് ബി വരെ പോയ ടൈമും പ്ലസ് ബി തൊട്ട് എ വരെ വന്ന ടൈമും, അതായത് x/4 പ്ലസ് x/6. നമുക്ക് മുകളിൽ എക്സും കൂട്ടിയാൽ നമുക്കറിയാം 2x. താഴെ നമുക്കോ ഡിനോമിനേറ്ററൊക്കെ സെയിം ആക്കി എടുക്കുകയാണെങ്കിൽ 6x പ്ലസ് 4x ഡിവൈഡ് ബൈ 24. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 6xും 4xും 10x. x നമുക്ക് കട്ട് ചെയ്താലേ 48 ഡിവൈഡ് ബൈ 10 എന്ന് പറഞ്ഞു വരും. അതായത് 4.8 km/h. ഇതാണ് ഇതിൻ്റെ ആവറേജ് സ്പീഡ്. നമുക്കറിയാം SSC പരീക്ഷകൾക്കും അതുപോലെ RRB പരീക്ഷകൾക്കും സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും വലിയ ഇക്വേഷനും കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇത് ചെയ്തു തീർക്കാൻ ആ സമയത്ത് ചെയ്തു തീർക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആവറേജ് സ്പീഡുള്ള ഒരു ഷോർട്ട് കട്ടിന് നമ്മൾ പറയാൻ പോവാണ്. ആവറേജ് സ്പീഡ് ഈക്വൽ ടു 2s1 s2 ഡിവൈഡ് ബൈ s1 പ്ലസ് s2. ഇതാണ് ഇക്വേഷൻ. അതായത് s1 എന്ന് വെച്ചാൽ ആദ്യത്തെ സ്പീഡ് 1, s2 എന്ന് വെച്ചാൽ രണ്ടാമത്തെ സ്പീഡ് 2. ഇത് ഏത് കണ്ടീഷനിൽ മാത്രമേ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈക്വൽ ഡിസ്റ്റൻസ് മാത്രം പോകണം. അതായത് ഒന്നുകിൽ ഇവിടെ പോയിട്ട് എ തൊട്ട് ബി വരെ പോയി തിരിച്ചതേപോലെ തന്നെ വന്നു, അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം ഒരു എക്സ് ദൂരം പോയി ഒരു y km/h പോയി അത് കഴിഞ്ഞ് അടുത്തൊരു സെയിം എക്സ് ദൂരം z km/h പോയി. ഇങ്ങനെ പറയാം. അതായത് ദൂരം സെയിം ആയിരിക്കണം. ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന ദൂരം സെയിം ആണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും എ തൊട്ട് ബി വരെ പോകുന്ന ദൂരവും ബി തൊട്ട് എ വരെ പോകുന്ന ദൂരവും സെയിം ആണ്. അങ്ങനെയുള്ള കേസിൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള ഇക്വേഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെഡിമെയ്ഡായിട്ട് പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. സെയിം ക്വസ്റ്റ്യൻ തന്നെ. ഇത് സൈക്ലിസ്റ്റ് ഒരു പാർക്കിലോട്ട് പോയി 20 km/h, തിരിച്ച് 30 km/h വന്നു. അതായത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു പാർക്ക് വരെ പോയി. എത്രയാണ്? 20 km/h അങ്ങോട്ട് ചെന്നു. തിരിച്ചങ്ങോട്ട് എത്ര km/h വന്നേ? 30 km/h. നമുക്ക് നേരത്തെ പഠിച്ച ഇക്വേഷൻ ഓർമ്മയുണ്ടോ? ഈ ഇക്വേഷൻ നമുക്കൊന്ന് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. അതായത് ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു 2s1 s2 ഡിവൈഡ് ബൈ s1 പ്ലസ് s2. 2 × 20 30, അങ്ങോട്ട് 20 ഇങ്ങോട്ട് 30 അല്ലേ? ഓക്കെ, 20 കൂട്ടണം 30, മുകളിൽ എത്ര വരും? 600 ഡിവൈഡ് ബൈ 50. 24 km/h എന്ന് പറഞ്ഞാൽ കിട്ടി. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് ഏകദേശം ഒരു മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റി. ഇത് നമുക്ക് വേറൊരു മോഡൽ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതിലെന്താ പറഞ്ഞേക്കുന്നത്? എ കാർ ട്രാവൽ 60 km at 30 km/h ആൻഡ് ദെൻ 90 km at 45 km/h. ഫൈൻഡ് ഇസ് ആവറേജ് സ്പീഡ്. ഇതിലും ആവറേജ് സ്പീഡ് തന്നെ കണ്ടുപിടിക്കേണ്ട. എ എന്ന് പറഞ്ഞൊരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഒരു പോയിന്റ് 60 km ദൂരം, 60 km. എത്ര കിലോമീറ്റർ വേഗതയിലാണ് പോയത്? 30 km/h വേഗതയിൽ സഞ്ചരിച്ചു. ഇവിടുന്ന് ഒരു 90 km ദൂരം സി എന്ന് പറഞ്ഞ പോയിന്റ്, ഇതൊരു ബി. എത്ര കിലോമീറ്റർ വേഗതയിലാണ് പോയത്? 45 km/h. ഇവിടെ നമുക്കറിയാം നേരത്തെ തന്ന സിറ്റുവേഷൻ അല്ല. ഇവിടെ എന്താണ്? ഡിസ്റ്റൻസ് രണ്ടും ഡിഫറൻ്റ് ആണ്. അങ്ങനെയുള്ള കേസ് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ചു ബേസിക് ഇക്വേഷൻ തന്നെ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് ആദ്യം 60 പോയി, പിന്നെ 90 പോയി. 60 കൂട്ടണം 90.
ടോട്ടൽ ടൈം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ടൈം ടേക്കൺ എന്ന് ബി വരെ പോയ ടൈം കൂട്ടണം ബിന്ന് സി വരെ പോയ ടൈം അല്ലേ. ടൈം എ തൊട്ട് ബി വരെ പോയത് കൂട്ടണം ടൈം ബി തൊട്ട് സി വരെ പോയ ടൈം. ഇതാണ് നമുക്ക് ടോട്ടൽ ടൈം കണ്ടുപിടിക്കുന്നത്. ടൈം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? അതായത് ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 60. സ്പീഡും നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 30. അതായത് എ തൊട്ട് ബി വരെ പോകാനുള്ള സ്പീഡും ടൈമും. അടുത്ത ടൈം എവിടെ നിന്ന് ബി തൊട്ട് സി വരെ പോകാനുള്ള ഡിസ്റ്റൻസ് എത്രയാണ് തന്നിരിക്കുന്നത്? 90. സ്പീഡ് എത്രയാണ് തന്നിരിക്കുന്നത്? 45. ഡയറക്റ്റ് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 60/30 പ്ലസ് 90/45 അല്ലേ. അങ്ങനെയാണെങ്കിൽ 60 90 കൂട്ടിക്കഴിഞ്ഞാൽ 150. 60/30 to 90/45 to 150 divided by 4 നമ്മൾ ചെയ്താൽ 37.5 കിട്ടും. അതായത് 150 divided by 4 3 12 37 28 37.5 കിട്ടും. നമുക്ക് ഇനി ഇങ്ങനെ ഡിഫറൻറ്റ് ഡിസ്റ്റൻസ് വരുന്ന കേസിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാം. ഡിഫറൻറ്റ് ഡിസ്റ്റൻസ്, ഡിഫറൻറ്റ് ടൈം, ഡിഫറൻറ്റ് സ്പീഡ്. ഇക്വേഷൻ എന്താ? ആവറേജ് ഈക്വൽ ടു ഡിസ്റ്റൻസ് 1 പ്ലസ് ഡിസ്റ്റൻസ് 2 ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് 1 ബൈ സ്പീഡ് 1 പ്ലസ് ഡിസ്റ്റൻസ് 2 ഡിവൈഡ് ബൈ സ്പീഡ് 2. നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. ഇത് ചെയ്യുന്നത് നമുക്ക് ഈ ബേസിക് ഇക്വേഷനിൽ നിന്നെല്ലാം ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഈ ഫോർമുലാസൊക്കെ നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ SSC PSC പരീക്ഷകൾക്കൊക്കെ ഇത് ഓർത്തിരിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് ഈ ഇക്വേഷൻ ഒന്നും എഴുതാതെ തന്നെ ഡയറക്റ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസറിലെത്താൻ പറ്റും. നമുക്ക് അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. A person drives 40 km at 20 km/h and then 60 km at 30 km/h. നേരത്തെ അതേ ക്വസ്റ്റ്യൻ്റെ സിനാരിയോ തന്നെയാണ്. ആദ്യം പോയി എത്ര കിലോമീറ്റർ പോയി? 40 കിലോമീറ്റർ പോയി. സ്പീഡ് എത്രയാണ്? 20 km/h. പിന്നെ എത്ര കിലോമീറ്റർ പോയി? പിന്നെ പോയത് 60 കിലോമീറ്റർ അല്ലേ. 60 കിലോമീറ്റർ 30 km/h വേഗതയിൽ പോയി. നമുക്ക് ആവറേജ് സ്പീഡിന് നേരത്തെ ഇക്വേഷൻ ഒന്ന് എഴുതിയിട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ആവറേജ് സ്പീഡ് ഡിസ്റ്റൻസ് 1 പ്ലസ് ഡിസ്റ്റൻസ് 2 ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് 1 ബൈ സ്പീഡ് 1 പ്ലസ് ഡിസ്റ്റൻസ് 2 ഡിവൈഡ് ബൈ സ്പീഡ് 2. ഇനി പറഞ്ഞേ D1 20 പ്ലസ് D2 സോറി സ്പീഡായിരുന്നു. ഡിസ്റ്റൻസ് എത്രയാണ്? D1 40 ഡിസ്റ്റൻസ് 40 പ്ലസ് സ്പീഡ് എത്രയാണ്? 60 ഡിവൈഡ് ബൈ D1 40 സ്പീഡ് എത്രയാണ്? 20. ഇവിടെ എത്രയാണ്? 60 ഡിസ്റ്റൻസും 30 സ്പീഡും. സോൾവ് ചെയ്താൽ 40 പ്ലസ് 60 100 ഡിവൈഡ് ബൈ 40/20 2 60/30 2 100/4 എത്ര? 25 km/h എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിനി പഠിച്ച ഇക്വേഷൻസൊക്കെ നമുക്കൊന്ന് എഴുതി നോക്കാം. ഇപ്പം നമ്മൾ 2 ഷോർട്ട് കട്ട് ഇക്വേഷൻസാണ് പഠിച്ചത്. അതായത് ആവറേജ് സ്പീഡ് എപ്പോൾ? വെൻ ഡിസ്റ്റൻസ് സെയിം ബട്ട് ഡിഫറെൻറ്റ് സ്പീഡ്. ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. 2 സ്പീഡ് 1 സ്പീഡ് 2 ഡിവൈഡ് ബൈ സ്പീഡ് 1 പ്ലസ് സ്പീഡ് 2. അടുത്തത് ഡിഫറൻറ്റ് ഡിസ്റ്റൻസ് ഡിഫറൻറ്റ് ടൈം
ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താണ്? d1 ഡിസ്റ്റൻസ് 1 പ്ലസ് ഡിസ്റ്റൻസ് 2 ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് 1 ബൈ സ്പീഡ് 1 പ്ലസ് ഡിസ്റ്റൻസ് 2 ഡിവൈഡ് ബൈ സ്പീഡ് 2. അതായത് ടോട്ടൽ ദൂരം ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. ആദ്യത്തെ ഭാഗത്തെ ടൈമും രണ്ടാമത്തെ ഭാഗത്തെ ടൈമും. ഇതാണ് ഈ ഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട രണ്ട് ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് 1 മിനിറ്റിനകത്ത് തന്നെ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും.